ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്ന സമയത്ത് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയ സർക്കാർ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചു. ചെർപ്പുളശ്ശേരി കെഎസ്ഇബി ഓഫീസിന് മുന്നിൽ പന്ത് തട്ടിക്കൊണ്ടായിരുന്നു പ്രതിഷേധ പരിപാടി. ഫുട്ബോൾ ആരാധകർ ഏറെ ആവശ്യത്തോടെ കാത്തിരുന്ന ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്ന വേളയിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് കായിക പ്രേമികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ ആരോപിച്ചു. മത്സരങ്ങൾ തത്സമയം കാണുന്നതിനുള്ള അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ലോകകപ്പ് മത്സര സമയങ്ങളിൽ വൈദ്യുതി തടസ്സം ഉണ്ടാകാതിരിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധങ്ങൾ ആവശ്യപ്പെട്ടു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം പി.കെ. സുജിത് ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ ഒരു ഫുട്ബോളിനോളം വലുതാവുകയോ ചെറുതാവുകയോ ഒക്കെ ചെയ്യുന്ന വല്ലാത്ത ഒരു ലഹരിയിലാണ് ലോകമൊട്ടാകെ ഉള്ളത്. നമ്മുടെ നാടും കേരളം പൊതുവെ നമ്മുടെ ഇന്ത്യയിലെന്നല്ല ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകരുള്ള, ഫുട്ബോളിനെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടു നടക്കുന്ന വലിയ വിഭാഗം വരുന്ന മനുഷ്യർ ഇടതിങ്ങിപ്പാർക്കുന്ന നാടാണ് നമ്മുടെ നാട്ടിൽ. ഇന്നലെ ഈ മിഞ്ഞാന്നുമൊക്കെയായി ഫുട്ബോൾ അതിൻ്റെ ജ്വരം എല്ലാ നിലയിലും ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് വൈകുന്നേരം നമ്മുടെ കളിയൊക്കെ കാണാനുള്ള സാഹചര്യമൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട് വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സാധാരണയായി പ്രതികൂലമായ കാലാവസ്ഥയോ കാറ്റോ മഴയൊക്കെ പെയ്യുമ്പോൾ ചില മരം പൊട്ടി വീഴുകയൊക്കെ ചെയ്യുമ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്നലെയും മിഞ്ഞാന്നുമൊക്കെയായി കെഎസ്ഇബി ഓഫീസിലേക്ക് വിളിക്കുന്ന ഘട്ടത്തിൽ, പ്രത്യേകിച്ച് കളിയുടെ കൂടെ സാഹചര്യത്തിൽ അരമണിക്കൂർ വീതം 15 മിനിറ്റ് വീതവുമൊക്കെ പവർ കട്ടാണ് എന്ന വാക്കു തന്നെയാണ് ഇവിടെ നിന്നും കിട്ടുന്ന മറുപടി. നോക്ക്, ഏതാണ് ഈ നാട്? 2016 മുതൽ 26 തുടക്കം വരെ കേരളത്തിൽ നാം മറന്നുപോയ 2 വാക്കുകളാണ് പവർ കട്ട് എന്നും ലോഡ് ഷെഡിംഗ് എന്നും ഒക്കെയുള്ള വാക്കുകൾ. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി അനുഭവമില്ലാത്ത പവർ കട്ട് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു. എത്ര പെട്ടെന്നാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതൊന്നും വാർത്തയല്ലാതെയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് കേരളം ഏറ്റവും എഫക്റ്റീവായി എടമൺ കൊച്ചി പവർ ഹൈവേ ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കിയ കഴിഞ്ഞ 10 വർഷക്കാലത്തിനു ശേഷം പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത നാടായി നമ്മുടെ നാടിനെ മാറ്റിത്തീർത്തതിനു ശേഷം എത്ര പെട്ടെന്നാണ് കേരളത്തിൽ ഈ വലിയ മഴ ലഭിക്കുന്ന മഴക്കാലമായിട്ട് പോലും ഡാമുകളിലെല്ലാം അത്യാവശ്യം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലും എന്തുകൊണ്ടാണ് കേരളത്തിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഏർപ്പാടാക്കുന്നത് എന്നത് സാധാരണയായി മുൻകാലങ്ങളിൽ ഡിവൈഎഫ്ഐ ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ നേതാക്കളായ മുഹമ്മദ് നൌഫൽ, അജ്മൽ അബ്ബാസ്, വിവേക് എന്നിവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും ഫുട്ബോൾ ആരാധകരും പ്രതിഷേധ പരിപാടിയിൽ പങ്കാളികളായി. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.